സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം ഏതു വിമുഖ തലങ്ങളിൽ ജീവിത നൗകയിതേറുമോ ദൂരെ ദൂരെയായൻ തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം എവിടെ ശ്യാമകാനനരംഗം എവിടെ തൂവലൊഴിയും സ്വപ്നം കിളികളും പൂക്കളും നിറയുമിൻ പ്രിയവനും ഹൃദയം നിറയുമാർദ്രതയിൽ പറയൂ കോകിലമേ ദൂരെ ദൂരെയായൻ തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം ഉണരൂ മോഹവീണയിലുണരൂ സ്വരമായി രാഗസൗരഭമണിയൂ ഉണരുമീ കൈകളിൽ തഴുകുമിൻ കേളിയിൽ കരളിൽ വിടരുമാശകളാൽ മൊഴിയൂ കോകിലമേ ദൂരെ ദൂരെയായൻ തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം ഏതു വിമുഖ തലങ്ങളിൽ ജീവിത നൗകയിതേറുമോ ദൂരെ ദൂരെയായൻ തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം അജൽ, ഹലോ, എങ്ങനെയുണ്ടായി? കുഴപ്പമില്ലായിരുന്നു. ആണല്ലേ, ചോദിച്ചു നോക്കാം നമുക്ക്. എം ജി സാർ. മോനെ സാർ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു, ഫീലുണ്ടായിരുന്നു. താങ്ക് യു സാർ. തുടക്കത്തില് ശ്രുതി, അത് എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. തരരിരരാരി തരാരി തരളിതരാവിൽ രാവിൽ മയങ്ങിയോ. ഇപ്പോഴുണ്ട്. പഞ്ചമം എവിടാ? മയങ്ങിയോ. ഒന്നുകൂടെ കറക്റ്റ്.
തരളിതരാവിൽ മയങ്ങിയോ മയങ്ങി. മയങ്ങിയോ ആ അടുത്ത്. സൂര്യമാനസം ഓക്കെ, എന്തിന് കുറച്ച് ബ്രേറ്റോ കുറയ്ക്കാൻ കേട്ടോ. വഴിയറിയാതെ വഴിയറിയാതെ വിതുമ്പിയോ താരെ. മേഘനൊമ്പരം അടുത്ത്. ഏതു വിമുഖ തലങ്ങളിൽ സവാഷ്. ജീവിത നൗകയിതേറുമോ ആ ദൂരെ ദൂരെയായൻ തീരമില്ലയോ. ആ കുറച്ച് സ്ലിപ്പായി, കുഴപ്പമില്ല. എന്നാൽ ഇതാണ് എൻ്റെ ഒരു ആ ശ്രുതിയിൽ വരുമ്പോൾ ഉള്ളൊരു സുഖം. പിന്നെ മോൻ പാടുമ്പോൾ ഇപ്പം ഇത് ശരിക്കും ദാസേട്ടനാണല്ലോ പാടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ചെവി കിടക്കുന്നത് എല്ലാവരുടെയും, ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും. അപ്പം മോൻ പാടുമ്പോഴത്തേ ഇത് വിസ്പർ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നു. കാരണം അതായത് ചെവിയിലൊരു രഹസ്യം പറയുന്ന പോലെ മിഴിയറി അങ്ങനൊരു ഫീൽ വരുന്നത്. പക്ഷേ മോൻ്റെ ബിൽറ്റിൻ വോയിസ് ആയതുകൊണ്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പറ്റും കുറച്ചുകൂടെ ഒന്ന് ഓപ്പണപ്പായിട്ട് ആ വോയിസ് മോഡുലേഷൻ നടത്താൻ വേണ്ടിയുള്ള കുറച്ച് പ്രയത്നം വേണം. എനിക്ക് തോന്നുന്നു ഇത് കീരവാണി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടറുടെ ആദ്യത്തെ ചിത്രമാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂട്ടി പടത്തിലാണ് മലയാളത്തിൽ ഒരു ഇൻട്രഡക്ഷൻ വന്നത് കീരവാണിക്ക്. അതും കാരണം ഞാനും മഞ്ജരി ഇപ്പം മമ്മൂക്കയുടെ കൂടെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അബുദാബിയിൽ. അവിടെ വെച്ച് ഇങ്ങനെ ഒരു സംസാര മധ്യേ ഇതിങ്ങനെ മമ്മൂക്ക പറഞ്ഞ പോലെ തോന്നി. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. തെറ്റാണ് ക്ഷമിക്കണം കേട്ടോ പ്രേക്ഷകർ. ഓൾ ദ ബെസ്റ്റ്. ഇതൊന്ന് നോക്ക് കേട്ടോ. ശരിയാണ്. കാരണം ഈ നമ്മൾ ഒന്ന് ഓപ്പണപ്പായിട്ട് പാടിയില്ലെങ്കിൽ എത്ര നന്നായിട്ട് പാടിക്കഴിഞ്ഞാലും ഒരു നമുക്ക് ആഹാ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ശബ്ദം വരണം. ബട്ട് യു ആർ എ വെരി ഗുഡ് സിംഗർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. അജൽ സാർ, വെരി നൈസ് സോങ് സെലക്ഷൻ. ഇപ്പം കീരവാണി സർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനാണ്. ഒരു ഓസ്കർ അവാർഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തി. ലൈഫിൽ അത്രയും പ്രൗഡ് മൊമെന്റ്സ് ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ഒരു ഓസ്കാർ വേദിയിൽ നമ്മുടെ പാട്ട്, അതായത് ജൂനിയർ NTRഉം പിന്നെ രാം ചരണും, ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്ത ആ ഒരു പാട്ട്, അവിടുത്തെ ഡാൻസേഴ്സ് അവരുടെ ക്രൗഡിൻ്റെ ഇടയിൽ ഡാൻസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യാന്ന് പറയുമ്പം അതിനേക്കാളും വലിയ പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻസിന് അതിലും വലുത് വേറൊന്നും ഇല്ല. അപ്പം അങ്ങനെ വലിയൊരു ഭാഗ്യം നമുക്ക് തന്നതിന് കീരവാണി സർ, താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും വെരി ഗുഡ് സോങ് സെലക്ഷൻ അജൽ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഇത് മൊത്തം അജൽ ഒതുക്കിയിട്ടാണ് പാടിയിരിക്കുന്നത്. എനിക്കൊന്ന് ആ വോയിസ് ടെക്സ്ചറിൻ്റെതായിരിക്കാം, കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവാം. ഈ ഒരു പാട്ട് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് അജൽ പാടിയിരിക്കുന്നത്. ഇതിൽ ദാസർ പാടിയിരിക്കുന്നത് ഇത് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ അല്ല, പാട്ടിൻ്റെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. ഈ പാട്ടിന് ആ ഒരു ഓപ്പൺനെസ് വേണമെന്ന് എനിക്ക്, ദാസർ അതിന് കൊടുത്തൊരു ഓപ്പൺനെസ് വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുകൊണ്ട് ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് പാടുന്നതുകൊണ്ട് പല ഭാഗങ്ങളിലും ലിറിക് എന്താണ് പാടുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ കീരവാണി സാർ പല പല ഭാഗങ്ങളിൽ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അറിയോ പേരുകൾ? അറിയാം സാർ. ആണ്. എന്തൊക്കെയാണ് ആ പേരുകൾ? ഒന്ന് മരകത മണി എന്ന പേര്. വെരി ഗുഡ്. അതെ. പിന്നെ MM ക്രീം ഹിന്ദിയിൽ അറിയാം. MM ക്രീമിന്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് നാഗാർജുന ഉള്ളത് പാട്ട് ഓർമ്മയില്ല സാർ. വമ്പൻ ഹിറ്റ്. മനീഷ കൊയ്രാളല്ലേ? അല്ല, തുമിലെ അറിഞ്ഞൂടെ? അറിയാം സാർ. എന്താ അപ്പൊ അങ്ങനെ മാസ്റ്റർ പീസസ് ആണ് ഉണ്ടാക്കി വെച്ചേക്കണേ. ഇതടക്കം, ഈ സോങ് അടക്കം, വേറെ എന്തിനാ അധികം പറയണേ. എന്തായാലും വെരി ഗുഡ് സോങ് സെലക്ഷൻ, കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ. കീരവാണി, മരകതമണി, MM ക്രീം, ലെജൻഡറി പേഴ്സൺ, അദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? അദ്ദേഹം ചെയ്തൊരു പാട്ട് ഞാൻ ചുമ്മാ 2 വരി പാടാം. മഞ്ഞുകൂട്ടികൾ
തെന്നലാട്ടികൾ തന്നനാന കാലനാന തീര തീരിട്ട് താന നീനനെ താന നീനനെ താന നാന 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 തനിന് തിനന തനന തിനന് ഏതാണ്, ആരാണ്? അറിയില്ല സാർ. എന്നാ വേറെ ഏതെങ്കിലും അദ്ദേഹം ചെയ്തൊരു പാട്ട്? മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ തനതാനിനാനി തരരാരതീരെ. അറിയോ സാർ? രാജാമണി സാർ. 10,000 രൂപ നിനക്കൊരു പോക്കറ്റും കൂടെ തരിക എച്ചോടെ കയ്യിൽ. അല്ല ഓക്കെ എന്നോടാ കളി. ഓക്കെ ശരത് സാർ. അജലേ, സാർ നല്ല പാട്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ അഭിമാനമായ കീരവാണി സ്വാമി ചെയ്ത പാട്ട്. അത് കുറേ സന്തോഷം. എടാ ചെക്ക, സാർ നിന്റെ വായൊന്ന് കാണണം എനിക്ക്. ഒന്ന് തുറന്നേ. മൈക്ക് മാറ്റടാ ഒന്നൂടെ. കുറച്ച് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അത് ചേർക്കൊള്ളാം. അപ്പൊ ആ ഓട്ടയൊക്കെ ഉണ്ട്. അത് എന്താ തുറന്ന് പാടാത്തെ? അത് നന്നായിട്ട് പാടി സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് തന്നെ പാടിയ കേട്ടോ. അത് കുറച്ചും കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തത്തില്ല നീ കുറച്ച് തുറന്ന് പാടിയാലും. അതെന്താ തുറക്കാത്തെ? അറിയില്ല സാർ. അറിയില്ല സാറെന്നോ? തുറക്കണം. ഇനി ട്രൈ ചെയ്യാം സാർ. അതുപോലെ ഒന്ന് രഞ്ജിത്തെ ഒന്ന് ശ്രുതി കൊടുത്തേ. ആ തുടക്കം മാത്രം ഒന്ന് പാടിയേ. തരളിതരാവിൽ അതൊക്കെ ഓക്കെ. പിന്നെ ആ ദൂരെ ദൂരെ ആ ദൂരം ഫീൽ ചെയ്യട്ടെ. രണ്ടാമത്തെ ദൂരത്തിന് ദൂരെ ദൂരെ തീരമില്ലയോ. അതൊക്കെ വൃത്തിയായിട്ട് തീരമില്ലയോ. തീരമില്ലയോ. അത് ഇച്ചിരി കൂടെ ശബ്ദം വരുമ്പോ നമ്മൾ അത് കുറച്ചും കൂടെ സുഖമല്ലേ. നമ്മൾ അതിന്റെ കുറച്ച് വോളിയം കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമോഷൻ അല്ലല്ലോ നഷ്ടമാകുന്നത് അല്ലേ. നമ്മൾ റേഡിയോ വെച്ച് കേൾക്കാൻ വയ്യെങ്കിൽ നമ്മൾ കുറച്ച് വോളിയം കൂട്ടും, അത്രയല്ലേ ഉള്ളൂ. ഉടനെ പാട്ട് മാറുമോ വോളിയം കൂട്ടുമ്പോൾ? ഇല്ലല്ലോ. അപ്പം അതുപോലെ ഉള്ളൂ. നമ്മളത് കുറച്ചും കൂടെ ആകുമ്പം അത് മനസ്സിലാവും. ശരിയായിക്കോണം കേട്ടോ അജയ്. ബാക്കിയൊക്കെ പക്ഷെ ഞങ്ങളൊരു നീ പാടി ഒരു രണ്ടാമത്തെ വരി നമ്മളിവിടെ തേടി. ഇതിനകത്ത് എങ്ങും അതില്ല. ഞാൻ ഇത് തിരിച്ചൊക്കെ നോക്കുന്നു, അതില്ല. അതെന്ത് പാടിയില്ല. അതോ അത് അറിഞ്ഞിട്ട് വേണ്ടേ? അത് ഇതിനകത്തില്ല. നീ ഒന്നാമത്തെ ചരണം തന്നെ വെച്ച് അലക്കിയോ രണ്ടാമത്? ഇല്ല ഇല്ല. അതൊന്ന് പാടാമോ? ഇപ്പൊ അറിഞ്ഞുകൂടാത്തോണ്ട് ആ ചരണം ഒന്ന് പാടിക്കേ. ഉണരൂ മോഹവീണയിലുണരൂ ഉണരൂ 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 സ്വരമായി സ്വരമായി രാഗസൗരഭമണിയോ പുണരുമീ കൈകളിൽ പുണരുമീ കൈകളിൽ. പിന്നെ ഇറങ്ങിയത് കൈകളിൽ ഇപ്പോഴും ഇറങ്ങിയ കൈകളിൽ കൈകളിൽ. ഇതാണ് എനിക്ക് ഞാൻ പറയാനിരുന്ന സ്ഥലം. അത് ചേരുന്നില്ല. അതങ്ങോട്ട് ചേരുമ്പോ അല്ല അതിനൊരു സുഖം വരുന്നത് അല്ലേ. അങ്ങനെ പാടിയാ മതിയോ? ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ പാടിയത്? ഇഷ്ടപ്പെട്ടോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ മനുഷ്യനാണ് നമ്മൾ. അത് ചേരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ കിട്ടത്തില്ലടാ ചക്ര. അതുകൊണ്ട് പറഞ്ഞ നല്ല പാട്ട്. എന്തൊക്കെയാലും നമ്മുടെ പ്രിയപ്പെട്ട കീരവാണി ഗാരുവിന്റെ പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിന് കുറേ സന്തോഷം കേട്ടോ. ചക്ര റെഡി ആയിക്കോടാ, കുറച്ചും കൂടെ ഒക്കെ തുറന്ന് പാട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അജൽ മാം എന്ത് പറഞ്ഞു? ഗെയിൻ ഉറക്കെ പാടണം എന്നുള്ളത്. അതാണ് ഇപ്പം ഞാൻ എഴുതി വെച്ചത്. എക്സാക്ട്ലി വേർഡ് ടു വേർഡ് ആണ് എം ജി സാർ പറഞ്ഞത്. ആ സ്വകാര്യം പോലെ ഉണ്ടായിരുന്നു പാടുമ്പോൾ. പിന്നെ ഈ വിബ്രാറ്റോ അത് വല്ലാണ്ട് ഇങ്ങനെ ഒതുക്കി പാടുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഈ പാട്ടുകൾ ഒറിജിനലി പാടിയ സിംഗർ പാടിയ രീതി ഒന്ന് ശ്രദ്ധിക്കൂ. ദാസേട്ടൻ ഇങ്ങനെ സ്വകാര്യം പോലെ പാടുന്നത് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ പാടാൻ പറ്റുമല്ലോ. പാടാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പാടാൻ പറയുന്നത്, അല്ലാതെ മോനെ കൊണ്ട് പറ്റാത്തോണ്ടല്ലോ. സംഗതികളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടുന്നത്. ഈസി ആയിട്ടാണ്, വാരി വെതറാണ് സംഗതികളൊക്കെ.
സൂപ്പർ ആയിരുന്നു അതൊക്കെ. താങ്ക് യു മാം. നന്നായി പാടി. ഇതിലാകെപ്പാടെ ആ ഒരു സ്വകാര്യത അതൊന്ന് മാറ്റണം. കുറച്ചുകൂടി ഒന്ന് ലെവൽ വന്നു കഴിഞ്ഞാൽ ക്ലീനായി. ഓക്കെ ഓക്കെ പൊളിക്കണം നമുക്കിനി. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ചേച്ചി. അജൽ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സർ. 8.4. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. സൂര്യമാനസം. ഓക്കെ. ശരത് സർ. അതിലെ സാർ 8.5 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി 8.4 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 25.3. ഓക്കെ താങ്ക് യു. ശരിയാക്കണം. ഓക്കെ. Ni pa maga sa